الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم الشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون أوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, രണ്ടു സ്ത്രീകൾ അവരുടെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെന്നായ വന്ന് ആ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ രണ്ട് സ്ത്രീകളും പരസ്പരം വഴക്കിടാൻ തുടങ്ങി. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങേയറ്റം വഷളായപ്പോൾ അവർ യുക്തമായ ഒരു തീർപ്പ് ലഭിക്കാൻ വേണ്ടി ഒരാളെ സമീപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ രണ്ടു പേരുടെയും വാദഗതികൾ, സംസാരങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നല്ല വാക്ചാതുര്യമുള്ള, സംസാരിക്കാൻ നല്ല കഴിവുള്ള ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിലവിൽ ബാക്കിയുള്ള കുട്ടി അവളുടേതാണ് എന്ന് വിധി കൽപ്പിക്കുകയാണ്. അങ്ങനെ ആ വിധി കേട്ട് വളരെ പ്രയാസത്തോടെ, സങ്കടത്തോടുകൂടി സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവളിങ്ങനെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ വെച്ച് മറ്റൊരാളെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തോട് തൻ്റെ ആത്മകഥം പങ്കുവെക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ഒരു കത്തി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ രണ്ടായി പിളർത്തിയിട്ട്, രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ടാൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ആ വാചാലതയോടുകൂടി സംസാരിക്കുന്ന വലിയ സ്ത്രീ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ചെറിയ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അള്ളാഹു താങ്കളുടെ മേൽ കരുണ ചൊരിയട്ടെ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഈ കുട്ടി ഈ സ്ത്രീയുടേതാണ് എന്ന് പറഞ്ഞ് ആ ചെറിയ സ്ത്രീക്ക് ആ കുട്ടിയെ വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിഷയത്തിൽ നമുക്ക് അറിവുണ്ടായാൽ പോരാ. ആ ഇൽമിനെ യുക്തിസഹമായി പ്രയോജനപ്പെടുത്താൻ, സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ബോധ്യപ്പെടുത്താൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ ഇൽമുള്ളവൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒന്നാമത് വിധി പറഞ്ഞ ആള്, ആ നല്ല വാചാലതയോടുകൂടി സംസാരിക്കുന്ന ആൾക്ക് കുട്ടിയെ വിട്ടുകൊടുത്തത് ദാവൂദ് നബി അലൈഹി സ്വലാമയാണ്. രണ്ടാമത് വിധി പറഞ്ഞത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമയാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം, ഒരു കർഷകൻ തൻ്റെ വേദനയോടുകൂടിയുള്ള പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വരുന്നുണ്ട്. എൻ്റെ കൃഷിയിടത്തിൽ നല്ല വിളഞ്ഞ പാകമായി നിൽക്കുകയാണ്. ആ കൃഷിയിടത്തിൽ മറ്റൊരാളുടെ ആടുകൾ കടന്നു വന്ന് എൻ്റെ കൃഷിയിടം മുഴുവനും നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം വേണം. ആ കേട്ടതിൻ്റെ അറിവ് വെച്ചുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാം വിധിച്ച വിധി എന്താണെന്നറിയോ? ഈ ആടുകളെ മുഴുവനും നഷ്ടപരിഹാരമായി ഈ കൃഷിക്കാരന് വിട്ടുകൊടുക്കാനാണ് വിധിച്ചത്. എന്നാൽ ഈ വിധി കേട്ടുകൊണ്ട് ആ സദസ്സിലുണ്ടായിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം പ്രായം കൊണ്ട് വളരെ ചെറുതാണ്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, കൃഷിക്കാരന് പൂർണ്ണമായും ആടുകളെ നഷ്ടപരിഹാരമായി നൽകുന്നതിന് പകരം അവയുടെ പാലും രോമവും ഉപയോഗിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ലാഭമായി സ്വീകരിക്കാം. അതേസമയം ആടിന്റെ ഉടമസ്ഥൻ
ഈ നഷ്ടപ്പെട്ടു പോയ കൃഷി നന്നാക്കി കൊടുക്കാൻ, പൂർവാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വരെ അയാൾ ഈ കൃഷിസ്ഥലത്ത് പണിയെടുത്ത് അതിനെ നന്നാക്കി കൊടുക്കുകയും വേണം. അങ്ങനെ ഇത് രണ്ടും പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സ്വത്തുക്കൾ തിരിച്ചു കൊണ്ടുപോകാം എന്നൊരു വിധിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നൽകിയത്. അപ്പൊ ആ വിധി കേട്ടുകൊണ്ടിരുന്ന മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് അത് അങ്ങേയറ്റം നീതിപൂർവവും യുക്തിസഹവുമായി അംഗീകരിക്കപ്പെട്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ജ്ഞാനത്തെ, യുക്തിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമക്ക് നാം പ്രശ്നം ഗ്രഹിച്ച് മനസ്സിലാക്കി വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകിയിരിക്കുന്നു. വിധി നൽകാനുള്ള കഴിവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വിജ്ഞാനവും നൽകി. രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി ഉണ്ടാകണം. ഇൽമ കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഇൽമ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന ഹിക്മത്ത് നമുക്കുണ്ടാകണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മൂന്നാമത്തെ പരീക്ഷണമായി കൊണ്ട് പഠിപ്പിക്കുന്നത് ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകിക്കൊണ്ട് പരീക്ഷണം നടത്തും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെ അദ്ദേഹത്തിന് അറിയാത്ത, യുക്തി കൊണ്ട് ബോധ്യപ്പെടാത്ത ചില ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഖിളിർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. ഖിളിർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയണമെന്നില്ല, പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അതുപോലെ തന്നെ ആ കാര്യത്തിൽ കഠിനമായ ക്ഷമ അവലംബിക്കുകയും ചെയ്യണം. അതിന് തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ അലൈഹിസ്സലാമയുടെ കൂടെ യാത്ര ചെയ്യുകയാണ് കപ്പലിൽ. ആ യാത്രാ സന്ദർഭത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് فانطلق حتى إذا ركب في السفينة خرقها. മഹാനായ ഖിളിർ അലൈഹിസ്സലാം ആ കപ്പലിന് കേടുപാടുണ്ടാക്കി. അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും കഴിയാതിരുന്ന മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ അലൈഹിസ്സലാമയോട് ദേഷ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം ക്ഷമ ചോദിച്ച് അവർ വീണ്ടും യാത്ര തുടരുകയാണ്. ആ യാത്രാ സന്ദർഭത്തിലാണ് ഒരു കുട്ടിയെ കണ്ടു. നല്ല ചുറുചുറുക്കുള്ള, ഭംഗിയുള്ള, ആരോഗ്യമുള്ള ചെറിയൊരു കുട്ടിയെ കണ്ടു. അപ്പൊ ഖിളിർ അലൈഹിസ്സലാം ആ കുട്ടിയെ കൊലപ്പെടുത്തി. ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാമക്ക് വീണ്ടും ദേഷ്യം വന്നു, ചോദ്യം ചെയ്തു. ഖിളിർ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മുടെ എഗ്രിമെന്റ് താങ്കൾ തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി നമുക്ക് പിരിയാം. അങ്ങനെ മൂസാ നബി വീണ്ടും ക്ഷമ പറഞ്ഞു, യാത്ര തുടരുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക്, ഒരു വില്ലേജിലേക്ക് എത്തി. നല്ല വിശപ്പുള്ള സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത്. അവർ രണ്ടുപേരും ഭക്ഷണം ചോദിച്ചു. പക്ഷേ ആ നാട്ടുകാർ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ആ നാട്ടിൽ പൊളിഞ്ഞു പൊട്ടി വീഴാറായ ഒരു മതില് കണ്ടു. ഖിളിർ അലൈഹിസ്സലാം ആ മതില് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് കണ്ടപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമക്ക് ദേഷ്യം വന്നു. അങ്ങനെ മഹാനായ ഖിളിർ അലൈഹിസ്സലാം മൂസാ നബിയോട് പറയാണ്, ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള കരാർ, എഗ്രിമെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്നിട്ട് മഹാനായ ഖിളിർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമയോട് പറയാണ്, ഏതൊരു വിഷയത്തെ തൊട്ടാണോ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയത്, അതിന്റെ പൊരുൾ, അതിന്റെ ആശയം ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം. ഓരോ കാര്യങ്ങളും അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ കപ്പലിന് ഓട്ടയുണ്ടാക്കിയാൽ, കേടുവരുത്തിയാൽ ആ കപ്പൽ മുങ്ങിപ്പോവുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യും എന്ന അറിവ് ആർക്കുണ്ട്? മൂസാ നബിക്കുണ്ട്. പക്ഷേ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന യുക്തി ആർക്കില്ല? മൂസാ നബിക്കില്ല. അപ്പൊ ഇൽമ കൊണ്ട് മാത്രം നമുക്കൊരു കാര്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ഇനി രണ്ടാമത്, ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന അറിവ് മൂസാ നബിക്കുണ്ട്. പക്ഷേ അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്, ഹിക്മത്ത് എന്താണ് എന്ന് മൂസാ നബിക്ക് അറിയില്ലായിരുന്നു. അതാണ് അല്ലാഹു ആ ഹിക്മത്ത് അതിലൂടെ പഠിപ്പിക്കുന്നത്.
മൂന്നാമത്തത്, വിശന്ന് വലഞ്ഞ് ഭക്ഷണം ചോദിച്ചപ്പോൾ ഭക്ഷണം നൽകാതിരുന്നിട്ടും പൊട്ടിപ്പൊളിയാറായ മതിൽ ശരിയാക്കി കൊടുത്തതിന്റെ അറിവ് മൂസാ നബിക്കുണ്ട്. പക്ഷെ അതിന്റെ യുക്തി എന്താണ്? അത് മൂസാ നബിക്കില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിദ്ർ അലൈഹിസ്സലാമയിലൂടെ പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇൽമ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പൊ ഇൽമ ലഭിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾക്ക് ഉന്നതമായ ദറജ ലഭിക്കണമെന്നില്ല. ആ ഇൽമ യുക്തിസഹമായി ഹിക്മത്തോടുകൂടി പ്രയോജനപ്പെടുത്താനാണ് നമുക്ക് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിലേക്ക് അയച്ചു, തെരഞ്ഞെടുത്തു, നിയോഗിച്ചു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ 62-ാം അധ്യായം സൂറത്ത് ജുമുഅയിലെ 2-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കിതാബ് പഠിപ്പിച്ചു കൊടുത്തു, സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ എങ്ങനെയായിരിക്കണം? വൽ ഹിക്മ, ഹിക്മത്തോടുകൂടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിച്ചതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സൂറത്ത് അൽ കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച 4-ാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് അധികാരം നൽകിക്കൊണ്ട് പരീക്ഷണം നടത്തും എന്നാണ്. ചിലപ്പോൾ നമുക്ക് അധികാരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അഹങ്കാരവും ധിക്കാരവും ഒരു ഗർവവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. ആ ഗ്രാമത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു പള്ളി അദ്ദേഹം കാണുകയാണ്. മാർബിളുകൾ പതിപ്പിച്ച, വലിയ തോരണങ്ങളുള്ള, മിനാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായ, വില കൂടിയ കാർപ്പറ്റുകൾ പതിപ്പിച്ചിട്ടുള്ള വലിയ മനോഹരമായ ഒരു പള്ളിയാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ ആ പള്ളിയിലേക്ക് അദ്ദേഹം കയറി ചെന്നു. അപ്പോ കയറി ചെന്നപ്പോ ഒരാള് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത്രയും മനോഹരമായ പള്ളിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വളരെ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്നത്? ആ പണ്ഡിതനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പള്ളിയെ സ്നേഹിക്കുന്നു, പക്ഷേ പള്ളിയുടെ ഹൃദയത്തെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ചോദ്യകർത്താവ് ആ ആലിമിനോട് ചോദിക്കുകയാണ്, പള്ളിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അപ്പൊ അദ്ദേഹം മറുപടി കൊടുത്തു, ഖത്തീബും ഇമാമും മുഅദ്ദിനുമാണ് പള്ളിയുടെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായി സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ വെച്ചു നൽകുമ്പോൾ അത് വിവേകത്തോടുകൂടി നിലനിർത്താനും അതിനോട് നീതി പുലർത്താനും വിശ്വാസികളായ നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത് വലിയൊരു അമാനത്താണ്. അമാനത്ത് നമ്മൾ വിശ്വാസികൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നാ അറളിനൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാലി ഫഅബൈന അയഹ്മിൽനഹ. ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും നാം ഈ അമാനത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ ഭയം കൊണ്ട് ആ അമാനത്തിനെ അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എന്നാൽ മനുഷ്യർ ആ അമാനത്തിനെ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു ഏതെങ്കിലും നിലക്ക് അധികാരങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇത് പള്ളിന്ന് മാത്രമല്ല കേട്ടോ, എവിടെയൊക്കെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ രംഗത്തും സ്ഥാനമാനങ്ങളുണ്ട്, പദവികളുണ്ട്, ദർജകളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എല്ലാം നീതിയുക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫ് അവസാനിപ്പിക്കുന്നത് ലോകം ഭരിക്കാൻ അധികാരം നൽകപ്പെട്ട, അള്ളാഹു ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മഹാനായ ഒരാളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ദുൽഖർനൈനി എന്നാണ്. 2 കൊമ്പുള്ളവൻ എന്നാണ്. 2 കൊമ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഉദിക്കുന്ന കിഴക്കും സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറിനും ഇടയിലുള്ള എല്ലാ ഭാഗവും, ഈ 2 ഭാഗത്തുള്ള പ്രദേശങ്ങളും ആളുകളെയും
അധികാരപ്പെടുത്തുന്ന, ചുമതലപ്പെടുത്തുന്ന, ഭരിക്കാനുള്ള സൗഭാഗ്യം നൽകപ്പെട്ട വ്യക്തി എന്നാണ് ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ്, തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരവും സ്വാധീനവും നൽകുകയും ചെയ്തു. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ മാർഗങ്ങളും നാം അദ്ദേഹത്തിന് മുമ്പിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഖർനിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രത്തോളം അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിച്ചിട്ടും മഹാനായ ദുൽഖർനൈൻ അതിൽ കിബിറ് കാണിക്കുകയോ അഹന്ത പ്രകടിപ്പിക്കുകയോ അഹങ്കാരിയായി പ്രവർത്തിക്കുകയോ ചെയ്തില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഖാല ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇത് എന്റെ റബ്ബ് അവന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് തന്നതാണ് ഈ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും ഞാൻ മതിമറന്ന് ജീവിക്കുകയില്ല, പെരുമാറുകയില്ല എന്നാണ്. ഭരണകർത്താക്കളായി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ ആ ഭരണകർത്താക്കളായ നേതാക്കന്മാരായ നമ്മൾ നമ്മുടെ കീഴിലുള്ള ഭരണീയരോട് ഏറ്റവും നന്മയോടെ, സൗഹാർദ്ദത്തോടെ, വാത്സല്യത്തോടെ, കരുണയോടെ പെരുമാറാൻ, അവർ ഒത്തൊരുമിച്ചുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ സംഭവം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സബ ഗോത്രക്കാരിയായിട്ടുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ ഹാജരാക്കപ്പെട്ടു. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിയുടെ വാക്കുകൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാണ്. എന്തിനാ തന്നത്? ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അധികാരം, സ്ഥാനമാനം എല്ലാം അതൊക്കെ നൈമിഷികമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നല്ലെങ്കിൽ നാളെ റബ്ബ് തിരിച്ചെടുക്കുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. വലിയ വലിയ ഹുങ്ക് കാണിച്ച ആളുകൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് അള്ളാഹു പരിശോധനകൾക്ക് വിധേയമാക്കിയതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് ഓതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അധികാരം നൽകുന്നു. ആ അധികാരം, സ്ഥാനമാനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ദുൽഖർനൈൻ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു വിഭാഗം ആളുകളെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. അപ്പൊ അവര് അദ്ദേഹത്തോടൊരു പ്രയാസം പറയാണ്, യഅജൂജ് മഅജൂജിനെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന പാരിതോഷികം ഞങ്ങൾ അധ്വാനിച്ച് താങ്കൾക്ക് തരാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിന് തടയിടാനുള്ള സംവിധാനം, ഞങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള സംവിധാനം ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ കൈവശമുള്ളതൊന്നും എനിക്ക് വേണ്ട, റഹ്മാനായ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിന്ന് ആ പ്രവൃത്തിയിൽ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഒരു ഭരണാധികാരി അങ്ങനെയാണ്, അവരുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് ഖാത്തിമുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക് യുദ്ധത്തിന് വേണ്ടി കിടങ്ങ് കുടിക്കുകയാണ്. ആ കിടങ്ങ് കുടിക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ ആരാ? അള്ളാഹുവിന്റെ റസൂലാണ്. വിശപ്പിന്റെ പട്ടിണിയുടെ പരിവട്ടമേറി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രായാധിക്യത്തിലും ആ സഹാബത്തിന്റെ കൂടെ നിന്ന് കുടികുത്തുന്ന രംഗമുണ്ട്. ഒരു സഹാബി വന്നിട്ട് പരിഭവം പറയുന്നുണ്ട്, റസൂലേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, കല്ല് വെച്ച് കെട്ടിയിട്ടും മുതുക് നിവരുന്നില്ല റസൂലേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്നേഹത്തോടെ ആ സഹാബിയെ ശകാരിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, ഞാനും അധ്വാനിക്കുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞില്ല. ആ സഹാബിയുടെ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, തന്റെ കുപ്പായം ഊരിയിട്ട് കാണിച്ചു കൊടുക്കുക, സഹാബ, താങ്കൾ ഒരു കല്ലാണ് വെച്ചതെങ്കിൽ ഞാൻ 2 കല്ല് വെച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് നേതാക്കന്മാരുണ്ടാകേണ്ടത്, അങ്ങനെയാണ് ഭരണാധികാരികൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് മഹാനായ 2ാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ, ഒരു ദിവസം മിമ്പറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ആ സദസ്സിൽ നിന്നൊരു ചോദ്യം വന്നു, യാ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്ക് മാത്രം എവിടുന്നാണ് ഇത്രയും നീളമുള്ള കുപ്പായം കിട്ടിയത്? ഞങ്ങൾക്കൊക്കെ ചെറിയ കുപ്പായമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ സഹോദരങ്ങളെ, അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതെ ആ സ്വഹാബത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതിന് മറുപടി പറയുന്നത് ആരാ പ്രിയപ്പെട്ടവരെ? അബ്ദുള്ള റളിയല്ലാഹു അൻഹു മകനാണ് മറുപടി പറയുന്നത്.
നിങ്ങൾ ആരും എൻ്റെ ഉപ്പയെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ വാപ്പാക്ക് കിട്ടിയതുപോലെ എനിക്കും ഒരു ഷെയർ കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ഉപ്പാക്ക് ഞാൻ സമ്മാനമായി കൊടുത്തതാണ് എന്ന്. ആരാ സഹോദരങ്ങളെ ആ മുമ്പിൽ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് അശ്ററുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിൽ രണ്ടാമനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പോരാ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മൂന്നാമനായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഉമറ. ചോദ്യങ്ങൾക്ക് മുമ്പിൽ, സ്വഹാബത്തിന് മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളെ പറയുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറങ്ങിയിട്ട് പോയ സമയത്ത് ഒരാൾ പറഞ്ഞു, ഇപ്പോകുന്ന ഉമറുണ്ടല്ലോ, ആ ഉമറിനോട് ജാഹിരിയ കാലത്താണ് ചോദിച്ചിരുന്നതെങ്കിൽ ആ ചോദിച്ചവന്റെ തല കാണുമായിരുന്നില്ല എന്ന്. സഹോദരങ്ങളെ, എങ്ങനെയാ പരുവപ്പെട്ടത്? പരുവപ്പെടണം. അധികാരം ലഭിക്കുമ്പോൾ, സ്ഥാനമാനങ്ങൾ സമ്മാനമായി നൽകപ്പെടുമ്പോൾ ആ അധികാരത്തിനൊത്ത് വിനയപ്പെടാൻ, വിവേകത്തോടെ പെരുമാറാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. യമനിൽ നിന്നും ഗർഭിണിയായ ഒരു സഹോദരിയും അവരുടെ ഭർത്താവും മദീനയിലേക്ക് വരികയാ. പ്രിയപ്പെട്ടവരെ, ഖലീഫയെ അന്വേഷിച്ചുകൊണ്ട്, സഹായം തേടിക്കൊണ്ട് മരുഭൂമിയിലൂടെ വരികയാ. പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രസവം അടുത്തിട്ടുണ്ട്, ആരും സഹായിക്കാനില്ല. എല്ലാവിധ പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വേഷം മാറി തന്റെ കീഴിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് ആ ഗർഭിണിയായ സഹോദരിയെയും അവരുടെ ഭർത്താവായ സഹോദരനെയും കണ്ടുമുട്ടുന്നത്. അവരോട് ചോദിച്ചു, ആരാ, എവിടുന്നാ വരുന്നത്? ആ സഹോദരി തന്റെ പ്രസവത്തിന്റെ വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് പറയാണ്, ഈ നാട്ടിൽ ഒരു ഭരണാധികാരി ഉണ്ട് പോലും, അയാൾ സ്വസ്ഥമായി, സുഖമായി, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നിദ്രയിലാണ്ടിരിക്കുന്നു, ഉറക്കത്തിലായിരിക്കുന്നു. അള്ളാഹുവിനോട് സമാധാനം പറയണമെന്ന ഒരു തോന്നൽ, ഒരു ചിന്ത ആ ഭരണാധികാരിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഞാനാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുത്തിയ സ്ഥലത്ത് നിന്ന് മാറരുതെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ഓടി. ഉറങ്ങിക്കിടന്ന ഭാര്യയെ വിളിച്ചുണർത്തി ഗോഡൌണിലേക്ക്, ബൈത്തുൽ മാലിന്റെ ഗോഡൌണിലേക്ക് കയറി ചെന്നു. തന്റെ ഭൃത്യനോട് പറഞ്ഞു, ഒരു ചാക്ക് ഗോതമ്പ് എന്റെ ചുമലിലേറ്റിക്കൊണ്ടാന്ന് പറഞ്ഞു. എന്റെ ചുമലിലേറ്റിക്കൊണ്ടാന്ന് പറഞ്ഞു. ഭൃത്യം പറയാ, ഞാൻ ഏറ്റിക്കോളാം, ഞാൻ ഏറ്റാ, അങ്ങയുടെ പിന്നിൽ ഞാൻ വരാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ ഏറ്റാൻ നിനക്ക് പറ്റും, നാളെ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറിൽ എന്റെ പാപഭാരം ഏറ്റെടുക്കാൻ നിനക്ക് താങ്ങുമോ സഹോദര എന്ന് ചോദിച്ച് ആ ഗോതമ്പ് ചാക്കുമായി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കിടക്കുന്ന തുണിക്കഷ്ണങ്ങൾ ഏറ്റിയിട്ട് തന്റെ ഭാര്യയുടെ, മണവാട്ടിയുടെ കൈപിടിച്ച് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പാതിരാത്രി നടന്നു പോവുകയാ. ടെന്റ് കെട്ടിക്കൊടുക്കുകയാ. ആ സഹോദരിയെ ആ ടെന്റിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഭാര്യയോട് പറയാ, ശുശ്രൂഷകൾ നൽകണം, സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, പ്രസവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പുറത്ത് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാ സഹോദരങ്ങളെ? കിസ്ര മുതൽ ഖുറാസാൻ വരെ നീണ്ട പ്രവിശാലമായ ഒരു ഭൂപ്രകൃതിയുടെ അധിപനായി മാറിയ, ലോകത്തിന്റെ ചക്രവർത്തി എന്ന് വാഴ്ത്തപ്പെട്ട മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം ഉണ്ടാക്കുകയാ. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം വരെയും ആ സഹോദരിയുടെ ഭർത്താവ് അവിടുത്തെ ഭരണാധികാരിയെ കുറ്റം പറയുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നുണ്ട്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരനോട് സന്തോഷ വാർത്ത അറിയിക്കുക, ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത. സഹോദരങ്ങളെ, തൊട്ടടുത്തിരിക്കുന്ന ആ സഹോദരൻ പേടിച്ച് വിറണ്ട് എഴുന്നേറ്റ് പോയി. ഉറച്ചവനെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതാരെയാ? ഉമറിനെ കുറിച്ചല്ലേ? സഹോദരങ്ങളെ, പിറ്റേ ദിവസം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ പെരുമാറാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ എല്ലാ നിലക്കും സ്ഥാനമാനങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി, തന്റെ കീഴിലുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരായി പരിവർത്തനത്തിന് വിധേയമാക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രദേശത്ത് നിന്റെ ദീന് പറയാനും നിന്റെ ദീന് പഠിപ്പിക്കാനും പ്രവാചകന്റെ ചര്യകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന രൂപത്തിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയുടെ പരിപാലനവും സംരക്ഷണവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആഫിയത്തും അർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ എല്ലാവിധ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബേ അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബേ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.